ഇപ്പോഴിത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേൽ പ്രധാനമന്ത്രിയെ ഫോണിൽ വിളിച്ച് തെറി പറഞ്ഞിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. നെതന്യാഹുവിൽ ഞാൻ സന്തുഷ്ടനല്ല എന്നാണ് ട്രംപ് പറയുന്നത്. എന്തായാലും നെതന്യാഹു ട്രംപിനെ വകവയ്ക്കുന്നില്ല എന്നുള്ളത് ലോകരാജ്യങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട്. റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി പിണങ്ങിയതിനു ശേഷം US പ്രസിഡന്റ് ട്രംപ് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായും പിണങ്ങിയിരിക്കുകയാണ്. ഖത്തറിനെതിരെ ഇസ്രായേൽ അടുത്തിടെ വ്യോമാക്രമണം നടത്തി ഇത് ട്രംപിനെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട്. നെതന്യാഹു എന്നെ ശല്യപ്പെടുത്തുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. വാൾ സ്ട്രീറ്റ് ജേർണലിലെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഈ ആക്രമണത്തിൽ ട്രംപ് വളരെയധികം ദേഷ്യപ്പെട്ടതിനാൽ അദ്ദേഹം നെതന്യാഹുവിനെ വിളിച്ച് വലിയ രീതിയിൽ ഫയർ ചെയ്തു അല്ലെങ്കിൽ ഷൗട്ട് ചെയ്തു എന്നാണ് വാൾ സ്ട്രീറ്റ് ജേർണൽ അടക്കം പറയുന്നത്. നെതന്യാഹു തന്നെ ഉപദ്രവിക്കുന്നുവെന്ന് ട്രംപ് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോട് പറഞ്ഞതായി മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നു. നെതന്യാഹുവിൽ താൻ സന്തുഷ്ടനല്ലെന്നും ഇത്തരം ആക്രമണങ്ങൾ ഇസ്രായേൽ അമേരിക്കൻ ലക്ഷ്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ലെന്നും ട്രംപ് പറഞ്ഞു. ഖത്തറിലെ ആക്രമണത്തെക്കുറിച്ച് ഇസ്രായേൽ വൈറ്റ് ഹൗസിനെ അറിയിച്ചില്ലെന്ന് പറയപ്പെടുന്നു. ഇക്കാരണത്താൽ ട്രംപ് നെതന്യാഹുവിനെ വിളിച്ച് തന്റെ അതൃപ്തി പ്രകടിപ്പിച്ചു. ഇതിനിടെ ട്രംപ് നെതന്യാഹുവിനെ അധിക്ഷേപിക്കുകയും ചെയ്തു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നെതന്യാഹുവിനെ ഇത്രയൊക്കെ പറയുന്നുവെങ്കിലും നെതന്യാഹുവുമായിട്ടുള്ള ബന്ധം ഞങ്ങൾക്ക് വിച്ഛേദിക്കാൻ സാധിക്കില്ല എന്ന് അപ്പോഴും ട്രംപ് പറയുന്നുണ്ട്. നെതന്യാഹു തന്നെ ഉപദ്രവിക്കുകയാണെന്ന് പറയുന്നുണ്ടെങ്കിലും നെതന്യാഹുവായിട്ടുള്ള ബന്ധം പരസ്യമായി താൻ വിച്ഛേദിക്കില്ല. ഇറാൻ, ലബനൻ, സിറിയ, യമൻ, ഇപ്പോൾ ഖത്തർ എന്നിവിടങ്ങളിൽ ഇസ്രായേൽ തുടർച്ചയായ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ട്രംപ് ദേഷ്യപ്പെടുന്നതെന്ന് പറയപ്പെടുന്നു. ഇസ്രായേലിൻ്റെ ഈ നടപടി ഗാസ യുദ്ധത്തെയും മിഡിൽ ഈസ്റ്റ് നയത്തെ സംബന്ധിച്ച ട്രംപിൻ്റെ ലക്ഷ്യങ്ങൾക്ക് വിരുദ്ധമാണെന്നാണ് ഇപ്പോൾ വിദഗ്ധർ വിലയിരുത്തുന്നത്. നേരത്തെ വ്ളാഡിമിർ പുടിനോട് ട്രംപ് അസ്വസ്ഥനായിരുന്നു. UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറുമായിട്ടുള്ള പത്രസമ്മേളനത്തിൽ പുടിൻ തന്റെ വിശ്വാസം തകർത്തുവെന്ന് യുക്രൈനുമായിട്ടുള്ള വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ലെന്നും ട്രംപ് പറഞ്ഞു. യുക്രൈൻ യുദ്ധം എളുപ്പത്തിൽ പരിഹരിക്കപ്പെടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ പുടിനാണ് ആ യുദ്ധം പരിഹരിക്കപ്പെടാതിരിക്കാനായിട്ട് അതിന് ഇടങ്കോലിട്ട് നിൽക്കുന്നത് എന്നും ഡൊണാൾഡ് ട്രംപ് നിലവിൽ വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.